കഴിഞ്ഞ 2 പതിറ്റാണ്ടായി നടനും മുതിർന്ന രാഷ്ട്രീയ നേതാവുമായ കെ.ബി. ഗണേഷ് കുമാറിനെ പൊന്നുപോലെ കാക്കുന്ന മണ്ഡലം, അതാണ് കൊല്ലം ജില്ലയിലെ പത്തനാപുരം. 2001 മുതൽ 2021 വരെ ഗണേഷ് കുമാറിനെ മാത്രം വിജയിപ്പിക്കുകയാണ് മണ്ഡലത്തിലെ വോട്ടർമാർ. 1957 പത്തനാപുരം നിയമസഭാ മണ്ഡലം നിലവിൽ വന്നത്. പിറവിക്ക് പിന്നാലെ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് CPM-ന്റെ N. രാജഗോപാലൻ നായരായിരുന്നു. 2021 കണക്കുകൾ പ്രകാരം ഏകദേശം 1,85,000 വോട്ടർമാർ പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിലുണ്ട്. കേരളത്തിലെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ മാറ്റുരച്ച മണ്ഡലമെന്ന പ്രത്യേകതയും പത്തനാപുരത്തിനുണ്ട്. പത്തനാപുരം താലൂക്കിലെ പത്തനാപുരം, പട്ടാഴി, വടക്കേക്കര, പിറവന്തൂർ, തലവൂർ, വിളക്കുടി എന്നീ ഗ്രാമപഞ്ചായത്തുകളും കൊട്ടാരക്കര താലൂക്കിലെ മേലില, വെട്ടിക്കവല എന്നീ ഗ്രാമപഞ്ചായത്തുകളും ചേർന്നതാണ് പത്തനാപുരം നിയമസഭാ മണ്ഡലം. തുടക്കത്തിൽ ഇടതിനൊപ്പമാണ് പത്തനാപുരം എന്ന ധാരണയുണ്ടാക്കിയെങ്കിലും 1960 തിരഞ്ഞെടുപ്പിൽ ഇത് വെറും തെറ്റിദ്ധാരണയാണെന്ന് വ്യക്തമാകുകയായിരുന്നു. 1960 തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവും നിലവിലെ MLA ഗണേഷ് കുമാറിന്റെ പിതാവുമായ R. ബാലകൃഷ്ണപിള്ള ഇവിടെ നിന്നും വിജയിച്ചു. എന്നാൽ 1967 P.K. രാഘവനെ കളത്തിലിറക്കി ഇടതുപക്ഷം മണ്ഡലം തിരിച്ചുപിടിച്ചു. 1970 അദ്ദേഹം വിജയിച്ചു. 1977 ഇടതുപക്ഷത്തിന്റെ E.K. പിള്ള ഇവിടത്തെ ജനപ്രതിനിധിയായി. 1982 തിരഞ്ഞെടുപ്പിൽ പത്തനാപുരം വീണ്ടും വലതുഭാഗത്തേക്ക് വഴിമാറി. കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി A. ജോർജിനെ വിജയം തുണച്ചു. എന്നാൽ 1987 E. ചന്ദ്രശേഖരനിലൂടെ മണ്ഡലം വീണ്ടും ഇടത്തേക്ക് ചാഞ്ഞു. പിന്നീട് 1991 മുതൽ 2001 വരെ LDF-ന്റെ K. പ്രകാശ് ബാബു മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. 2001 മണ്ഡലം ഗണേഷ് കുമാറിന്റെ കൈകളിലായി. ഇക്കുറിയും പത്തനാപുരത്ത് നിന്നും പയറ്റാനിറങ്ങുന്നുണ്ട് ഗതാഗത മന്ത്രി കൂടിയായ ഗണേഷ് കുമാർ. മുൻ തിരഞ്ഞെടുപ്പുകൾ നൽകിയ ആത്മവിശ്വാസം അദ്ദേഹത്തിന് കൂട്ടായുണ്ട്. അതുകൊണ്ട് വിജയത്തിൽ കുറഞ്ഞതൊന്നും അദ്ദേഹം തന്റെ മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്നില്ല. കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഗണേഷ് കുമാറിനെ നേരിട്ട UDF-ന്റെ മുതിർന്ന നേതാവ് ജ്യോതികുമാർ ചാമക്കാലയാണ് ഇക്കുറിയും പത്തനാപുരത്ത് മത്സരിക്കുന്നത്. വിജയത്തിൽ കുറഞ്ഞതൊന്നും UDF-ന് ഇവിടെ ഉണ്ടാകില്ലെന്ന് അദ്ദേഹവും വിശ്വസിക്കുന്നു. ഇടതുപക്ഷത്തോടുള്ള അമർഷം പത്തനാപുരത്തുകാർ പ്രകടിപ്പിക്കുമെന്ന് അദ്ദേഹം കരുതുന്നു. UDF-നെയും LDF-നെയും തറപറ്റിക്കുകയാണ് NDA-യ്ക്കായി കളത്തിലിറങ്ങുന്ന സ്ഥാനാർത്ഥി S. അനിൽകുമാറിന്റെ ലക്ഷ്യം. ഇതിനായി ശക്തമായ പ്രചാരണ പരിപാടികളുമായി അദ്ദേഹം മുന്നോട്ടു പോവുകയാണ്.